ഹലോ പ്രിയ സുഹൃത്തുക്കളെ, മാധ്യമങ്ങളാണെങ്കിലും മീഡിയകളാണെങ്കിലും അതേപോലെ തന്നെ പൊതുസമൂഹമാണെങ്കിലും പലരായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് പറഞ്ഞു പഠിപ്പിച്ച കള്ളം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നതിൽ മനം മടുത്താണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പറയുന്നു ഹിന്ദു മുസ്ലിം കലാപം, ഹിന്ദു സിഖ് കലാപം, ഹിന്ദു ക്രിസ്ത്യൻ കലാപം. ആരാണ് ഹിന്ദു? സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ഭൂപ്രദേശത്ത് ജനിച്ചവർക്ക് അറബികൾ പറയപ്പെട്ട ഒരു പേരാണ് ഹിന്ദു. അറബികളാണ് ഇന്ത്യയിൽ ജനിച്ചവരെ ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചത്. അതൊരു മതത്തിന്റെ പേരല്ല, ഹൈന്ദവതയാണ് മതം, ഹൈന്ദവതയാണ് വിശ്വാസം. ഹിന്ദു എന്നാൽ ഇന്ത്യയിൽ ജനിച്ചവർ എന്ന. ഞാൻ പേരുകൊണ്ട് മുഹമ്മദ് ഷഫീഖ, പക്ഷേ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഞാനൊരു ഹിന്ദുവാ. സൗദിയിൽ ജനിച്ചവൻ സൗദി, ഇറാനിൽ ജനിച്ചവൻ ഇറാനി, പാകിസ്ഥാനിൽ ജനിച്ചവൻ പാകിസ്ഥാനി. അതുപോലെ ഇന്ത്യയിൽ ജനിച്ചവനായതുകൊണ്ട് ഞാൻ ഹിന്ദുവാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 90% മുകളിലും ഇവിടുത്തെ പൂർവ്വകാല മനുഷ്യരായ ആദിവാസികളിൽ നിന്നും ദളിതരിൽ നിന്നും മതം മാറിയവരാ. എങ്ങനെ മതം മാറേണ്ടി വന്നു? മധ്യ ഏഷ്യ എന്ന് വിളിക്കപ്പെട്ട ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് അധിനിവേശം നടത്തി ഇന്ത്യയിൽ വന്നു. ഇന്നത്തെ ഇന്ത്യയല്ല, അഖണ്ഡ ഭാരതം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയിൽ വന്നു. ഈ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയുള്ള ആദിമ മനുഷ്യരുടെ പിൻഗാമികളായ ആദിവാസികളെയും ദളിതരെയും അടിച്ചമർത്തി അടിമകളാക്കി. ആര്യന്മാരുടെ അധിനിവേശത്തിൽ നിന്ന് ശൂദ്രന്മാരിൽ വരെ എത്തി നിൽക്കുന്ന കുടിയേറ്റ ബ്രാഹ്മണിസത്തിന്റെ അക്രമവും കടന്നുകയറ്റവും ഭാവിയിൽ പറയപ്പെടാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ പേര് തങ്ങളുടേതാണെന്നാക്കി മാറ്റി. എന്നു മുതലാണ് ഇവിടെയുള്ള ആദിവാസിയും ദളിതരും ഹിന്ദുവാണെന്ന് അവർ സമ്മതിക്കാൻ തുടങ്ങിയത്? ഭൂരിപക്ഷത്തിന്റെ മേൽക്കോയ്മ അവർക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ്. അതുവരെ ഹിന്ദു എന്ന മേന്മ, ജാതിയിൽ മുന്തിയവൻ എന്ന മേന്മ, ബ്രഹ്മാവിന്റെ ദേഹത്ത് നിന്നുണ്ടായവരാണ് എന്ന മേന്മ, നിങ്ങളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവരാണ്, നീച ജന്മങ്ങളാണ്, നിങ്ങൾ ഞങ്ങളുടെ അടിമകളാകേണ്ടവരാണ് എന്ന് പറഞ്ഞ് ജാതി മേന്മ പറഞ്ഞവർ ഹിന്ദുക്കളാണ് നമ്മളെല്ലാവരും എന്ന് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാ. ഇന്ത്യയിൽ വിശ്വാസപരമായി ക്രിസ്ത്യാനി ഉണ്ടാവാം, മുസ്ലിം ഉണ്ടാവാം, ഹൈന്ദവ വിശ്വാസം ഉണ്ടാവാം. പക്ഷെ ഈ മൂന്നാളുകളെയും അടക്കി പറയുന്നത് ഹിന്ദു. കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഇങ്ങനെ വേർതിരിവുള്ളൂ. മതം നോക്കി, വിശ്വാസം നോക്കി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറയുന്നുള്ളൂ. അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നാൽ നീ ഹിന്ദു, അത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ജനിച്ചവൻ എന്നിട്ട് കള്ളം പറഞ്ഞ് നമ്മളെ തമ്മിലടിപ്പിക്കുന്നു. നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തി അടിമകളാക്കി, വഴി നടക്കാൻ അവകാശം നൽകാതെ, അവർ കുടിക്കുന്ന കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ അവകാശം നൽകാതെ, അവർ കുളിക്കുന്ന കുളത്തിൽ കുളിക്കാൻ അവകാശം നൽകാതെ, അങ്ങനെയൊക്കെ പീഡിപ്പിച്ചപ്പോൾ ജാതി വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. അനവധി ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിൽ നിന്നുണ്ടായ പിൻഗാമിയാണ് ഈ ഞാനും. പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടുത്തെ ദളിതനും ആദിവാസികളും മുസ്ലിമും ഒരേ DNA-യിലും ഒരേ രക്തത്തിൽ നിന്നും വന്നവരാണ്. ഇന്ന് ഒരേ പൂർവ്വപിതാക്കളുടെ പിൻഗാമികളെ അടിച്ചമർത്തുന്നതിന് പകരം ഇന്ന് ഇന്ത്യയിൽ അത് നടക്കില്ല എന്ന ബോധ്യത്തിന്റെ പിന്നിൽ നമുക്കിടയിൽ കലാപമുണ്ടാക്കി നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കുക. ഈ അധിനിവേശത്തിന്റെയും കുടിയേറ്റ ബ്രാഹ്മണിസത്തിന്റെയും വക്താക്കൾ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കിയാൽ 2% മുതൽ 5% വരെയുള്ളൂ. ഇനി മുസ്ലിമിനെ ക്രിസ്ത്യാനിയെ അങ്ങോട്ട് മാറ്റി നിർത്തി ഹിന്ദുവിൽ നിന്ന് മാത്രം എടുക്കുകയാണെങ്കിലോ 7% മുതൽ 10% വരെയുള്ളൂ. സ്വാഭാവികമായി നമ്മളെ എല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ച ഒരു കള്ളം എന്നതുകൊണ്ടാണ് ഇപ്പോൾ പോലും എൻ്റെ നാവിൽ ഹിന്ദു എന്ന് വന്നത്. ഞാനടക്കം, ക്രിസ്ത്യാനിയടക്കം ഇന്ത്യയിൽ ജനിച്ചവനായതുകൊണ്ട് ഹിന്ദുവാണ്. അത് മനസ്സിലാക്കൂ. ഹിന്ദുക്കളായ നമ്മളെ തമ്മിലടിപ്പിക്കുന്നു. ഒരേ മാതാവിൽ നിന്നും ഒരേ പിതാവിൽ നിന്നും ഉണ്ടായ പൂർവ്വപിതാക്കന്മാരുടെ മക്കളായ നമ്മളെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നത് കുടിയേറ്റ ബ്രാഹ്മണിസത്തിന്റെ വക്താക്കളാണ്. ആര്യന്മാരുടെ അധിനിവേശത്തിൽ നിന്ന് ശൂദ്രന്മാർ വരെ എത്തി നിൽക്കുന്ന സവർണതയിൽപ്പെട്ട 4 വർണ്ണങ്ങളിൽ എത്തി നിൽക്കുന്നവരാണ്. അവർ നമ്മളെ തമ്മിലടിപ്പിക്കുന്നത് അവർക്ക് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനു നമ്മൾ നശിക്കണം? ഈ രാജ്യത്തിന്റെ ആധിപത്യം അവരുടെ മാത്രം കയ്യിലേക്ക് ഒതുങ്ങണം എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ദളിതരായ സഹോദരങ്ങളെ, ആദിവാസികളായ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരേ DNA-യിൽ നിന്നും ഒരേ രക്തത്തിൽ നിന്നും വന്നവരാ. ഒരു 100 പേരെടുത്ത് നോക്കിയാൽ അടുത്ത കുടുംബം എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഈ 100 പേരിന് മുമ്പ് എന്താ അടുത്ത കുടുംബങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവരിൽ നിന്നെന്താ തലമുറകൾ വന്നപ്പോൾ നിങ്ങൾ രക്തവും DNA-യും മാറിയിട്ടില്ലല്ലോ? ഇല്ല. ഒരു 10 തലമുറ വന്നാൽ ഒരു 500-600 ആളുകളുടെ ഒരു പേരിൽ നിന്ന് പല പേരുകളും പല കുടുംബങ്ങളും നമ്മൾക്ക് ഓർമ്മയില്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ എന്ന് വെച്ച് DNA അവരിലേക്കല്ലാതെ പോവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഞങ്ങളും നിങ്ങളും എന്നല്ല, നമ്മളെ ഉള്ളൂ. ഇവിടെ ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ഒക്കെ ഒന്നാണ്. DNA പ്രകാരം രക്തബന്ധം കൊണ്ട് ഒന്നാണ്. നമ്മളെ തമ്മിലടിപ്പിക്കുന്നത് മതമല്ല. ഒരു മതവും തമ്മിലടിപ്പിക്കാൻ പറയുന്നില്ല. പക്ഷേ മതത്തെ ആയുധമാക്കി നമ്മളെ തമ്മിലടിപ്പിക്കാൻ കുടിയേറ്റ ബ്രാഹ്മണിസത്തിന്റെയും ആര്യൻ അധിനിവേശത്തിന്റെയും പിന്തുടർച്ചാവകാശികളായ അവശിഷ്ട പിണ്ടങ്ങൾ നമ്മളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കണം. 1000 വട്ടം ആവർത്തിച്ച് പറയുന്നു, നമ്മൾ തമ്മിൽ ശത്രുക്കളാവേണ്ടവരല്ല. നമ്മൾ ശത്രുക്കളല്ല. നമ്മൾ രക്തം കൊണ്ടും DNA കൊണ്ടും ഒന്നാണ്. അത് മനസ്സിലാക്കൂ. ചിലരെന്നോട് പറയുന്നു പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാൻ വീതം വാങ്ങി പോയില്ലേ എന്ന്.
ആര് പാകിസ്ഥാൻ വീതം വാങ്ങിപ്പോയി? എൻ്റെ പൂർവികരായിട്ടുള്ളവർ ഞങ്ങൾ ഇന്ത്യ വിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ത്യയിൽ ജനിക്കുമായിരുന്നു. പാകിസ്ഥാൻ ഉണ്ടാക്കിയതാരാ? ആദ്യം മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രദേശം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് വിനായക ദാമോദർ സവർക്കറാ, വി.ഡി. സവർക്കർ. പറയപ്പെടില്ല. അതിനുശേഷം മദൻ മോഹൻ മാളവി അതിന്റെ പ്രചാരകനായി വന്നു. അന്നത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ ഒരു വക്താവുണ്ടായിരുന്നു. ഈ ഒരു ആവശ്യം പിന്നീട് അല്ലാമ ഇക്ബാൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് ആയിക്കൂടാ എന്ന്. അല്ലാമ ഇക്ബാലിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ പത്രാധിപർ മുഹമ്മദ് അലി ജിന്നയോട് പറഞ്ഞു. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന ഈ പത്രാധിപരോട് പറഞ്ഞത് എന്താ? അല്ലാമ ഇക്ബാൽ ഒരു കവിയാണ്, അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് അദ്ദേഹം പലതും ഉണ്ടാക്കും, അതൊന്നും പ്രാവർത്തികമാവുന്നതല്ല എന്ന്. പിന്നെയും ഇവിടെ അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള ചിലരും അന്നത്തെ കോൺഗ്രസ് ആ കോൺഗ്രസ് പിരിച്ചുവിട്ടു. പിന്നീട് വേറെ കോൺഗ്രസ് ഉണ്ടായതാണ്. ആ കോൺഗ്രസിൽ നിന്നുള്ള ചിലരും പിന്നെ ഹിന്ദു മഹാസഭയിൽ നിന്നുള്ള ചിലരും RSSന്റെ ആളുകൾ, ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം ഉണ്ടാക്കിയത്. അതിലേക്ക് ജിന്ന പോയി. വിഭജനത്തിന് കൂട്ടുനിന്നത് ജിന്നയാണെങ്കിൽ അവനും പരനാറി. പിന്നെ മദ്യം കഴിക്കുമായിരുന്ന, പന്നിമാംസം കഴിക്കുമായിരുന്ന ഒരു സ്ത്രീയെ വെപ്പാട്ടിയാക്കി കൊണ്ടു നടക്കാന്ന് പറയില്ല. ഒരു യഥാർത്ഥ മുസ്ലിമിന് ചേർന്നല്ല ഈ 3 കാര്യങ്ങളും. ഇതൊക്കെ ചെയ്തിരുന്നവന്റെ പേരിൽ ഒരു മുഹമ്മദ് അലി ഉണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കുറ്റക്കാരാവേണ്ടി വരുന്നില്ല. ആ കുറ്റം ഞങ്ങളുടെ തലയേക്ക് അടിച്ചേൽപ്പിക്കാൻ നിങ്ങളാരും വരികയും വേണ്ട. ഇവിടെ മുസ്ലിം ഉണ്ടാവുന്നതിന് മുൻപും ഒരുപാട് കാലങ്ങൾ മുമ്പ്, ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യരുണ്ടായിട്ടുണ്ട്. ആരുണ്ടായി? ആദിവാസികളെന്നും ദളിതരെന്നും പറഞ്ഞ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പാപം ചെയ്തവരാണ്, നിങ്ങൾ ഈ ജന്മത്തിൽ നീച ജന്മങ്ങളാണ്, ഞങ്ങളുടെ അടിമകളാവേണ്ടവരാണ് എന്ന് പറയപ്പെട്ട് അടിച്ചമർത്തി അടിമകളാക്കി ഇവിടത്തെ മണ്ണിന്റെ ഉടമസ്ഥരാണ് ഇവിടെ ഉണ്ടായിരുന്നവർ. അല്ലാതെ ആര്യന്മാരിലൂടെയുള്ള അവരുടെ അധിനിവേശത്തിൽ നിന്ന് ഇവിടെ എത്തിക്കൂടിയ ശൂദ്രൻ വരെയുള്ള വരേണ്യവർഗവും സവർണാധിപത്യവും കൊണ്ടുവന്നവരല്ല ഈ രാജ്യത്തിന്റെ പൂർവ്വകാല മനുഷ്യർ. അവർക്ക് ഇവിടെ ഒരു പങ്കും ഉണ്ടായിട്ടില്ല. മധ്യ ഏഷ്യ എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ ഇറാനും ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും മധ്യ ഏഷ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അഖണ്ഡ ഭാരതമായിരുന്ന ഇന്ത്യയിൽ എന്ന് മുതലാണ് ഇന്ത്യ എന്ന പേര് വന്നത്? എന്ന് മുതലാണ് പാകിസ്ഥാൻ എന്ന പേര് വന്നത്? എന്ന് മുതലാണ് ശ്രീലങ്ക എന്ന പേര് വന്നത്? അതുപോലെ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇറാൻ എന്ന പേരൊന്നും പഴയ കാലത്തുണ്ടായിട്ടില്ല. മധ്യ ഏഷ്യ എന്നേ ഉണ്ടായിട്ടുള്ളൂ. ആ മധ്യ ഏഷ്യയിൽ നിന്ന് ഇവിടെ അധിനിവേശം നടത്തി ഉടമസ്ഥരെ അടിമകളാക്കി അന്യന്റെ സ്വത്ത് കവർന്നെടുത്ത് വരത്തന്മാർ ഉടമസ്ഥരായി. എന്നിട്ട് അവർ പറയുകയാണ് ഇത് നിങ്ങളുടെ രാജ്യമല്ല എന്ന്. ഇതിനെതിരെ പ്രതികരിക്കും. ഇങ്ങനെ പ്രതികരിക്കുന്നവർക്ക് എതിരെ ചെയ്യുന്ന നാടകം എന്താണ്? വ്യാജ കേസുകൾ ഉണ്ടാക്കുക, അറിയാത്ത കുറ്റങ്ങൾ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് ജയിലിനകത്താക്കുക. അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോളൂ. ഞാൻ അതിനൊക്കെ പ്രതീക്ഷിച്ചിട്ടായി പറയുന്നത്. എനിക്കൊന്നിലും ഭയമില്ല. സത്യം വിളിച്ചു പറയുന്നിടത്ത് ഭയമില്ല. മരിക്കുന്നെങ്കിൽ ആണിനെ പോലെ മരിക്കുക. പട്ടിയെ പോലെ 100-1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം ആണായി ജീവിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ഒരുപാട് പേജുകളും ഒരുപാട് വീഡിയോകളും ഒരുപാട് ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ റിമൂവ് ആയി പോയിട്ടുണ്ട്. റിപ്പോർട്ട് അടിച്ചൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. അതൊന്നും വിലപ്പോവില്ല. ഒരു അക്കൗണ്ട് പോയാൽ അടുത്ത അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ വീണ്ടും പറയും. അത്ര തന്നെ. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.